മഹാകാളി ഹീലിങ്ങിന് വരുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ കാര്യം പറയുന്നത്. കാരണം ഓരോ അനുഭവങ്ങളാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹീലിംഗ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു 1-2 പേര് രണ്ടാമത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ മാറി. അവരുടെ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മാറ്റങ്ങൾ വന്നു. ഒരു 1 വീക്ക് ആയപ്പോഴേക്കും പൂർണ്ണമായിട്ടും മാറ്റങ്ങൾ വന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് രണ്ടാമത് വരുന്നത്, ചെറിയ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് പരിശോധിച്ച് കണ്ടെത്തുകയും എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കാരണം അവരുടെ വീട്ടിൽ സമാനമായ പ്രശ്നങ്ങളുള്ള പ്രേതബാധയുള്ള വേറെയും ആളുകൾ വീട്ടിലുണ്ടായിരുന്നു. ഒരാൾക്കല്ല, 2-3 പേർക്ക് ഇതേ സമാനമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയല്ലേ അവർ ജീവിക്കുന്നത്, ആ ചുറ്റുപാടിലല്ലേ അവർ നിൽക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നും ഈ സാധനം പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ അത് മനസ്സിലാക്കുകയും ആ ആൾക്കാർക്കും കൂടിയിട്ട് ഹീലിംഗ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണമായിട്ടും ആ മാറ്റങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. ഇതൊരു കാര്യം. ഇനി അതേപോലെ വേറൊരു കേസ് നമ്മൾ ചെയ്തു കൊടുത്തു. അവിടെ ഇതേപോലെ വീണ്ടും രണ്ടാമത് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷേ അവിടെ പ്രശ്നം വേറെ ഒന്നായിരുന്നു. അവരുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, എനർജി സംബന്ധമായ. അപ്പോൾ അതേപോലെ നെഗറ്റീവായിട്ടുള്ള എനർജീസ് ഉള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ മഹാകാളി ഹീലിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. പക്ഷേ അതേ സാഹചര്യത്തിലാണ് നിങ്ങൾ വീണ്ടും ജീവിക്കുന്നതെന്ന് വെച്ചാൽ വീണ്ടും ആ എനർജി നിങ്ങൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കണ്ടെത്തിയിട്ട് വേണം ഇതിനുള്ള പൂർണ്ണമായ പരിഹാരത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ. എല്ലാവർക്കും നന്മ വരട്ടെ.